ഇന്ന് മാത്സ് ക്ലാസ് ആണ് കേട്ടോ. മാത്സ് ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ ഭിന്നസംഖ്യകൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ എന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് നിങ്ങൾ എല്ലാവരും കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് മാത്സ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിക്സ് എടുത്തായിരുന്നു, 3-4 ടോപ്പിക്സ് നമ്മൾ എടുത്തു. അത് പ്ലേലിസ്റ്റിലെ മാത്സ് ക്ലാസ്സസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഭിന്നസംഖ്യകളാണ്. ഭിന്നസംഖ്യകൾ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭിന്നസംഖ്യകൾ? A/B രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന നമ്പേഴ്സ് അല്ലേ, അതൊക്കെയാണ് ഭിന്നസംഖ്യകൾ. അതിൽ A എന്താണ്? അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. B ആണെങ്കിലോ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം. അപ്പോൾ A/B ഫോമിൽ എഴുതുന്നത് ഭിന്നസംഖ്യകളാണ്. A അംശമാണ്, B ഛേദമാണ്. അപ്പോൾ ഇനി ഇതില് 3 തരം ഫ്രാക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, അംശം ചെറുതും ഛേദം വലുതും. അങ്ങനെയുള്ളത് സാധാരണ ഭിന്നം അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ. ഇവിടെ ഇപ്പൊ എഴുതിയിട്ടുണ്ട് 1/2, 3/7, 15/35. ഇതെല്ലാം എന്താണ്? സാധാരണ ഭിന്നം അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ. ഇനി തിരിച്ച് ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമായിട്ട് വരുന്നത്, അതായത് അംശം വലുതും ഛേദം ചെറുതുമായിട്ട് വരുന്നത് എന്താണ്? വിഷമഭിന്നമാണ് അല്ലെ. എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നം. അടുത്തത് മിശ്രഭിന്നം. അതെന്താണ്? ഒരു ഇന്റിജറും ഒരു പൂർണ്ണസംഖ്യയും പിന്നെ ഫ്രാക്ഷനും, ഒരു പൂർണ്ണസംഖ്യയും പിന്നെ ഒരു ഭിന്നസംഖ്യയും കൂടെ ചേർന്ന് വരുന്നതാണ് മിശ്രഭിന്നം. നമുക്കിപ്പോ ഒരു കേക്ക് കിട്ടി, പിന്നെ ഒരു പകുതി കേക്ക് കൂടെ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് പറയും? 1/2 കേക്ക് കിട്ടി എന്ന് പറയും അല്ലെ. അപ്പൊ അവിടെ എന്താണ്? ഒരു പൂർണ്ണസംഖ്യയും ഉണ്ട് പിന്നെ ഒരു ഭിന്നസംഖ്യയും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് എന്താണ്? മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ. അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കുക അല്ലെങ്കിൽ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുക. എങ്ങനെയാണത്? എല്ലാവർക്കും അതും നിങ്ങൾ എല്ലാവരും കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. നമുക്കിപ്പോ ഇവിടെ ഒരു വിഷമഭിന്നം എടുക്കാം, 12/10. നമുക്ക് അതിനെ എങ്ങനെ മിശ്രഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? 12/10. നമ്മൾ 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോ ന്യൂമറേറ്റർ എന്താ? ഒരു പ്രാവശ്യം 10, റിമൈൻഡർ എത്രയാണ്? 2. അപ്പോൾ നമ്മൾ ഇതിനെ മിശ്രഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, മിശ്രഭിന്നം എന്താണ്? ഒരു പൂർണ്ണസംഖ്യയും പിന്നെ ഒരു ഭിന്നസംഖ്യയും അല്ലേ. അപ്പൊ ഈ പൂർണ്ണസംഖ്യയായിട്ട് നമ്മൾ എഴുതുന്നത് ഈ കോഷ്യന്റിനെയാണ്. കോഷ്യന്റിനെ എടുത്ത് പൂർണ്ണസംഖ്യയായിട്ട് എഴുതി. ഇനി ന്യൂമറേറ്ററിൽ എന്ത് വരും? ഈ റിമൈൻഡർ, ശിഷ്ടത്തെ എടുത്ത് റിമൈൻഡറിൽ കൊടുക്കും. എന്നിട്ട് ഡിനോമിനേറ്ററിൽ എന്ത് തന്നെയാണ്? 10 തന്നെയാണ് വരുന്നത്. 1 and 2/10. അപ്പോൾ ഈ 12/10 എന്ന് പറയുന്ന മിശ്രഭിന്നമല്ല വിഷമഭിന്നത്തെ നമ്മൾ 1 and 2/10 എന്ന മിശ്രഭിന്നം ആ ഫോമിലാക്കി. ഇനി നമുക്ക് ഇതിനെ തിരിച്ചാക്കി നോക്കിയാലോ. അതെങ്ങനെയാണ്? അതും എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്? 1 × 10 + 2 ബൈ ഡിനോമിനേറ്റർ ഏതാണോ അത്. ഒന്നുകൂടി പറയാം. ആദ്യം 1 × ഈ ഡിനോമിനേറ്റർ, ഓക്കെ, പ്ലസ് 2/10 ഈക്വൽ ടു എത്രയാണ്? 12/10 എന്നതിന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാൻ ആദ്യം ആ പൂർണ്ണസംഖ്യയെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ കൊണ്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഡിനോമിനേറ്ററിൽ ആ സെയിം ഏതാണോ ഛേദം അത് തന്നെ എഴുതുന്നു. അപ്പൊ ഇവിടെ നമ്മൾ 1 and 2/10 എന്ത് ചെയ്തു? വിഷമഭിന്നത്തിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് 12/10 എന്നാണ് കിട്ടിയത്. ആദ്യം നമ്മൾ 12/10നെ മിശ്രഭിന്നത്തിലേക്ക് ആക്കി. അതെങ്ങനെയായിരുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഏതാണ്? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കോഷ്യന്റ് കിട്ടും. ആ കോഷ്യന്റ് പൂർണ്ണസംഖ്യയാക്കി എഴുതി. അതായത് 1, പിന്നെ ശിഷ്ടം വരുന്ന അതിനെ എന്താണ്? ന്യൂമറേറ്ററിൽ കൊടുത്തു. എന്നിട്ട് ഡിനോമിനേറ്റർ അതുപോലെ എഴുതി 1 and 2/10. പിന്നെ നമ്മൾ അതിനെ വിഷമഭിന്നത്തിലാക്കിയപ്പോൾ നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടി അല്ലെ. അപ്പൊ ഈ ഒരു ടൈപ്പാണ് ഈ ഫ്രാക്ഷൻസിൽ വരുന്ന ഒരു ടൈപ്പ്. ഇതാണ് മിശ്രഭിന്നത്തെ വിഷമഭിന്നത്തിലേക്ക് ആക്കുക അല്ലെങ്കിൽ വിഷമഭിന്നത്തെ മിശ്രഭിന്നത്തിലേക്ക് ആക്കുക. ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അടുത്തത് സമാന ഭിന്നം അല്ലെങ്കിൽ ഈക്വൽ ഫ്രാക്ഷൻസ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ ആ സംഖ്യയുടെ എന്താണ്? സമാന ഭിന്നം നമുക്ക് കിട്ടും. ഈക്വൽ ഫ്രാക്ഷൻസ് എങ്ങനെയാണ്? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ നമുക്ക് ആ ഭിന്നസംഖ്യയുടെ ഈക്വൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സമാന ഭിന്നം കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ 1/2 എടുത്തു. മുകളിലും താഴെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയാണ്? 2/4 എന്ന് കിട്ടി. ഇനി ഇതിനെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഞാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എത്രയാണ്? 6/12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ്? ഇതിന്റെ ഈക്വൽ ഫ്രാക്ഷൻസ് കിട്ടി.
എങ്ങനെ നമുക്ക് ഇനി ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 16 ഡിവൈഡ് ബൈ 4 4 എന്ന് കിട്ടി. 24 ഡിവൈഡ് ബൈ 4 6 എന്ന് കിട്ടി. എഗെയിൻ ഇവിടെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 ഡിവൈഡ് ബൈ 2 2, 6 ഡിവൈഡ് ബൈ 2 3. അപ്പോൾ ഇതെല്ലാം എന്താണ്, സമാന ഭിന്നമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. 2/3 തുല്യമായ ഭിന്നസംഖ്യ ഏത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, 12/24. ഈ 12 എന്ന് പറയുന്നത് എന്താണ്, 2 × 6 ആണല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററും അതുപോലെ 6 കൊണ്ട് ഗുണിച്ചിരിക്കണം. പക്ഷേ കിട്ടുന്നത് എന്താണ്, 18 ആണ് വരേണ്ടത്. ഇവിടെ എന്താണ്, 24 ആണ് വന്നത്. അപ്പോൾ ഇത് എന്താണ്, ഈക്വൽ ഫ്രാക്ഷൻ അല്ല. ഇനി അടുത്ത 7/21. 2നെ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 7 കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് കളയാം. അടുത്തത് 4/18. 2 × 2 ആണ് 4. ഡിനോമിനേറ്ററിൽ 3 × 2 ചെയ്യുമ്പോൾ 6 ആണ് വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കളയാം. പിന്നെ അവശേഷിക്കുന്നത് 14/21 ആണ്. 2 × 7 14 കിട്ടി. എഗെയിൻ 3 × 7 21 കിട്ടി. അപ്പോൾ 14/21 എന്താണ്, 2/3 സമാനമായ ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 824/68 ഇതിന്റെ ഏറ്റവും ചെറിയ രൂപം. അപ്പോൾ ഏറ്റവും ചെറിയ രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. അപ്പോൾ നമുക്കിവിടെ 824/68 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 824 ഡിവൈഡ് ബൈ 2 412 എന്ന് കിട്ടും. 68 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 34 എന്ന് കിട്ടും. ഇത് ഇനിയും നമുക്ക് ചെറുതാക്കാമല്ലോ. ഇത് ഏറ്റവും ചെറിയ രൂപം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഓപ്ഷൻ കണ്ട് ചാടി കയറി ആരും കളിപ്പിക്കരുത്. നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഫുൾ ഉത്തരം കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ബബിൾ ചെയ്യാവൂ. അപ്പോൾ എന്ത് ചെയ്യണം, 412/34 ഇതിനെ എഗെയിൻ നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 206/34 ഡിവൈഡ് ബൈ 2 17 ആണ്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചെറിയ രൂപം ഇതാണ്. അപ്പൊ അത് ഓപ്ഷനിൽ കറക്റ്റ് 206/17 തന്നെ എടുക്കണം. അതേതാണ് ഈ തേർഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് 824/68ന്റെ ചെറിയ രൂപം. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് ഈ സമാന ഭിന്നസംഖ്യകളെ കുറിച്ചാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ആ ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം നമുക്ക് കിട്ടുന്നതാണ്. അടുത്തത് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം, അതല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓർ ഗുണന വിപരീതം. ഇതെല്ലാം സെയിം ആണ്. റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഗുണന വിപരീതം. അപ്പോൾ നമുക്ക് നോക്കാം 3/15 അതിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്, തിരിച്ചിടുക അല്ലെ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കുക, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കുക. എന്താണ്, 15/3. അതുപോലെ തന്നെ 2/7 എന്തായി, റെസിപ്രോക്കൽ ആക്കിയപ്പോൾ 7/2 ആയി. അടുത്തത് നോക്കിക്കേ 3, അതിന്റെ റെസിപ്രോക്കൽ എന്താണ്, 1/3 ആണ്. ഏത് നമ്പറും വെറുതെ സിമ്പിൾ ആയിട്ട് കിടക്കുവാണെങ്കിൽ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ആ നമ്പറിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും, 1/that നമ്പർ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അടുത്തത് 2 എന്താണ്, 1/2 ആണ് റെസിപ്രോക്കൽ. 5ന്റെ റെസിപ്രോക്കൽ 1/5 ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റെസിപ്രോക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ഒരിക്കലും അതിന്റെ ചിഹ്നം മാറുന്നില്ല. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ -3/2 എടുത്തേക്കുവാണ്. എന്താണ്, തിരിച്ച് അതിന്റെ റെസിപ്രോക്കൽ ഇടുമ്പോൾ -2/3. ആ മൈനസ് അവിടെ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ അതും കൂടി ഓർക്കുക. ഇനി നമുക്ക് അതുപോലെ തന്നെ മിശ്രഭിന്നത്തെ നമുക്ക് എന്താണ്, അതിന്റെയും കൂടി റെസിപ്രോക്കൽ കണ്ടുപിടിക്കാം. -1 and 1/2 അതെന്താണ് ശരിക്കും, -3/2 ആണ് അല്ലെ. വിഷമഭിന്നത്തിലേക്ക് ആക്കുക. 1 എന്താണ്, 3/2 ആണ്. മൈനസ് ആ ചിഹ്നം കൂടി മറക്കരുത്. ഇനി അതിന്റെ റെസിപ്രോക്കൽ ആക്കുക. അപ്പൊ -2/3. സിമ്പിൾ അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 5 and 6/7 പോസിറ്റീവ് 5 and 6/7ന്റെ ഗുണന വിപരീതം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആദ്യം ഇതിന്റെ വിഷമഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. 5 × 7 35. 35 + 6 എത്രയാണ്, 41. 41/7 ആണ് എന്താണ്, വിഷമഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി ഇതിനെ എന്ത് ചെയ്യണം, നമുക്ക് ഗുണന വിപരീതമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 7/41. ഇവിടെ
ഓപ്ഷനിൽ 7/41 ഉണ്ട്, -7/41 ഉണ്ട്. അപ്പോൾ നമ്മൾ വെപ്രാളത്തിൽ ഈ -7/14 ഒന്നും പോയി കറപ്പിക്കരുത്. നമുക്ക് പ്ലസ് ആണ്, ഇത് പ്ലസ് അല്ലേ, അപ്പോൾ എന്താണ് റെസിപ്രോക്കലും പ്ലസ് ആണ്. +7/14 തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 and 2/5 ഗുണന വിപരീതം അതെങ്ങനെയാണ്? സെയിം ഇതുപോലെ തന്നെയാണ്. 4 × 5 20, 20 + 2 22/5. ഇതിനെ എങ്ങനെയാണ് തിരിച്ചെഴുതുമ്പോൾ 5/22 അല്ലേ, അങ്ങനെയാണ് കിട്ടുന്നത്. 5/22 ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ ഗുണന വിപരീതം ഓപ്ഷൻ ഡി ആണ്, 5/22. അടുത്തത് ഭിന്നസംഖ്യകളുടെ സങ്കലനമാണ്. ഫ്രാക്ഷൻസിന്റെ അഡീഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? 1/5 + 3/5, 2/6 + 7/6, 3/12 + 5/12 + 8/12 + 9/12. ഇതിലൊക്കെ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ആ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതിയാകും. ഇവിടെ 1 + 3 4 എഴുതി, ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. കണ്ടീഷൻ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. 2/6 + 7/6, 6 അതുപോലെ ഡിനോമിനേറ്റർ എഴുതി, എന്നിട്ട് 2 + 7 എത്രയാണ്? 9/6. ഇവിടെയും അതുപോലെ തന്നെയാണ്, 12 ആണ് എല്ലാത്തിലും ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 12 ഡിനോമിനേറ്റർ ആക്കി എഴുതി, എന്നിട്ട് 3 + 5 + 8 + 9, അപ്പോൾ നമുക്ക് 25/12 എന്ന് ആൻസർ കിട്ടി. അടുത്തത് നോക്കിക്കേ, 1/3 + 3/2, 5/4 + 3/7, 2/9 + 3/5. ഇതിലൊക്കെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ a/b + c/d ഇങ്ങനെ ഒരു ഫോമിലാണ്, അങ്ങനെ ഒരു ഫോമിലല്ലേ ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, b/d, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. AD ഫസ്റ്റ് AD + BC, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് AD പ്ലസ് അടുത്ത ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് BC. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? 3 × 2 6 ആണ്, 1 × 2 2 പ്ലസ് 3 × 3 9, എത്രയാണ്? 11/6 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ നോക്കിയാലോ, 4 × 7 എത്രയാണ്? 28, 5 × 7 35, 4 × 3 12, അപ്പോൾ എത്രയാണ്? 47/28. അതുപോലെ തന്നെ ഇതും വരും, 45, 2 × 5 10 പ്ലസ് 9 × 3 27, അപ്പോൾ എത്രയാണ്? 37/45. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ഡിനോമിനേറ്റർ തമ്മിൽ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്തു AD + BC. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കിക്കേ, 1/2 + 1/4, 1/2 + 3/4 + 1/4. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം നമ്മൾ 2 × 4 എത്രയാണ്? 8, എന്നിട്ട് 4 1 × 4 4 പ്ലസ് 1 × 2 2, അപ്പോൾ 6/8 എന്ന് കിട്ടി നമുക്കിതിനെ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇത് പക്ഷേ എന്താണ്? സിംപ്ലസ്റ്റ് ഫോം അല്ല. സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ ഇനിയും ആക്കേണ്ടി വരും. എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്യുമ്പോൾ 3/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ LCM എടുക്കാൻ പറ്റുന്ന സംഖ്യകൾ, ഇപ്പൊ 2 4 ഒക്കെ കോമൺ ആയിട്ട് എന്താണ്? കോമൺ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് അല്ലേ. ഇതൊക്കെ എന്ന് വെച്ചാൽ 3 2 4 7 ഇതൊന്നും കോമൺ ഫാക്ടേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. 2 4 ഒക്കെ വന്നിട്ട് LCM എടുക്കാം. എത്രയാണ്? 2ന്റെ 4ന്റെ LCM 4 തന്നെയാണ് അല്ലേ. 4 × 1 4 ആണ്, 2ലും 4 ഉണ്ട്. അപ്പോൾ ആരാണ്? 2ന്റെ 4ന്റെ LCM 4 ആണ്. ഇനി ചെയ്യേണ്ടത് ഈ 2 ഉണ്ടല്ലോ, ആ LCM ഡിവൈഡഡ് ബൈ ഈ നമ്പർ 2 × 1 പ്ലസ് ഇനി ഇവിടെ എന്താണ്? LCM ഡിവൈഡഡ് ബൈ ഇവിടത്തെ നമ്പർ × 1. ഇങ്ങനെയാണ് നമ്മൾ LCM മെത്തേഡിൽ ചെയ്യുന്നത്. എങ്ങനെയാണ്? ആദ്യം 2ന്റെ 4ന്റെ LCM എഴുതി, ഇനി ആ LCMനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ആ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് എന്താണ് ചെയ്തത്? LCMനെ ഇവിടത്തെ അടുത്ത നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4. ഇവിടത്തെ നമ്പർ 4 അല്ലേ, അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇൻറ്റു ഇവിടത്തെ ന്യൂമറേറ്റർ 1 ആണ്. അപ്പോൾ എത്ര കിട്ടി? 4 ഡിവൈഡ് ബൈ 2 2 ആണ്, ഇൻറ്റു 1 പ്ലസ് 4 ഡിവൈഡ് ബൈ 4 1 ആണ്, 1 × 1 1 ബൈ
4. എത്രയാണ്? 3/4. ഇതാണല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇതാണ് LCM മെത്തേഡ്. നമുക്ക് ഇനി ഇത് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി 1/2 പ്ലസ് 3/4 പ്ലസ് 1/4. ഇവിടെയും എന്താണ്? LCM 4 തന്നെയാണ് അല്ലേ? ഇവിടെ എന്താണ്? ആദ്യം 2 എടുക്കുക. 4 ഡിവൈഡഡ് ബൈ 2 LCM ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പൊ എത്രയാണ്? ഇവിടെ ചെയ്തതുപോലെ 2 കിട്ടും. ഇൻറ്റു 1 പ്ലസ് 4 ഡിവൈഡഡ് ബൈ ഇവിടെ 4 ആണ്. ന്യൂമറേറ്ററിൽ എന്താണ്? 3 ആണ്. പ്ലസ് ഇവിടെയും എന്താണ്? 4 ഡിവൈഡഡ് ബൈ 4 തന്നെയാണ്. ഇൻറ്റു ന്യൂമറേറ്ററിൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2. 4 ഡിവൈഡ് ബൈ 2 2 പ്ലസ് 4 ഡിവൈഡ് ബൈ 4 1 1 ഇൻറ്റു 3 3 പ്ലസ് ഇവിടെ 1 ഇൻറ്റു 1 ബൈ 4. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2 പ്ലസ് 3 5 5 പ്ലസ് 1 6 6/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് 6/4. നമുക്ക് വേണമെങ്കിൽ ഇനി സിംപ്ലിഫൈ ചെയ്യാം. എത്രയാണ്? 3/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് LCM മെത്തേഡ്. ഓക്കെ, ഇങ്ങനെയാണ് LCM എടുക്കുക. പിന്നെ ആ LCM കൊണ്ട് അതാത് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് മുകളിലുള്ള ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് അടുത്ത നമ്പറിനെ LCM കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു മുകളിലത്തെ ന്യൂമറേറ്റർ. എന്നിട്ട് അതിനെ അങ്ങ് എന്താണ്? സിംപ്ലിഫൈ ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 മെത്തേഡാണ്, 3 ടൈപ്പാണ് കണ്ടത്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്നതാണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറെൻ്റ് ആണെങ്കിൽ ശരിക്കും ഒരു ഫോർമുല ഇത് തന്നെയാണ്. A/B പ്ലസ് C/D ഈക്വൽസ് എന്താണ്? AD പ്ലസ് BC/DD. BD ആദ്യം ചെയ്യുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് LCM മെത്തേഡാണ് പറഞ്ഞത്. LCM കണ്ടുപിടിക്കുക. LCM ഡിവൈഡഡ് ബൈ എന്താണ്? ആ നമ്പർ LCM ഡിവൈഡഡ് ബൈ ആ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ പ്ലസ് അടുത്ത ഡിനോമിനേറ്റർ. LCM ഡിവൈഡ് ബൈ അടുത്ത ഡിനോമിനേറ്റർ പ്ലസ് ഇൻറ്റു ആ ന്യൂമറേറ്റർ. ഇങ്ങനെയാണ് LCM മെത്തേഡ് ചെയ്യുന്നത്. അടുത്തത് മിശ്ര ഭിന്നങ്ങൾ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. 3 and 1/2 plus 1 and 1/4 plus 2 and 1/3. ഓപ്ഷൻസ് ഉണ്ട്. 7 and 1/12, 7 and 5/12, 6 and 1/12, 8 and 1/12. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പൂർണ്ണസംഖ്യകളെല്ലാം അങ്ങ് ആഡ് ചെയ്യുക. 3 and 1/2 plus 1 and 1/4 plus 2 and 1/3. അതിനകത്ത് പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാണ്? 3 1 2. അത് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് വെച്ചു. 6 എന്ന് കിട്ടി. അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ഈ ഫ്രാക്ഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 1/4 plus 1/2 plus 1/3. ഇത് നമുക്ക് LCM മെത്തേഡ് ചെയ്യാം. ഇപ്പോൾ 4 മുകളിൽ 2 പ്ലസ് 1 ഇനി പ്ലസ് 1/3. ഇനി അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതി 6 പ്ലസ് ഇത് നമുക്ക് 3/4 എന്ന് കിട്ടും പ്ലസ് 1/3. ഈ 3/4 പ്ലസ് 1/3 നമ്മൾ നേരത്തെ ചെയ്ത പോലെ 4 × 3 12 9 പ്ലസ് 4. അപ്പോൾ എത്രയാണ്? 6 പ്ലസ് 13/12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോമിലാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അല്ലേ? മിശ്രഭിന്നമായിട്ട് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 13/12 കൂടി അത് മിശ്രഭിന്നമാക്കുക. 13 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ എത്രയാണ്? 1. അപ്പോൾ എത്രയാണ്? റിമൈൻഡറും 1 കോഷ്യന്റും 1. അപ്പോൾ 6 പ്ലസ് 1 and 1/12 അതാണ് 13/12. ഇനി നമുക്ക് പൂർണ്ണസംഖ്യകൾ എഗെയിൻ ആഡ് ചെയ്യാം. 6 പ്ലസ് 1 7 7 and 1/12 ആൻസർ കിട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മിശ്രഭിന്നം ആഡ് ചെയ്യുന്നത്. മിശ്രഭിന്നം ആഡ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ പൂർണ്ണസംഖ്യകളെല്ലാം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഫ്രാക്ഷൻ പാർട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ഓപ്ഷൻ നോക്കണം. വിഷമ ഭിന്നത്തിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഇടുക. ഇനി മിശ്രഭിന്നത്തിലാണെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഓക്കെ, അടുത്തത് നമുക്ക് സബ്ട്രാക്ഷൻ പഠിക്കാം. ഫ്രാക്ഷൻ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത്? വ്യവകലനം. അപ്പോൾ 3/8 മൈനസ് 2/8 എത്രയാണ്? 1/8. നേരത്തെ പറഞ്ഞതിന് ചിഹ്നം മാറുന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. ഇവിടെ ഡിനോമിനേറ്റർ ഒരുപോലെ വരുമ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെയും അത് തന്നെയാണ്. 7/16 മൈനസ് 5/16 7 മൈനസ് 5 2/16. അടുത്തത് എന്താണ്? 3/4 മൈനസ് 1/3. നേരത്തെ സെയിം റൂള് തന്നെയാണ്. A/B മൈനസ് C/D. എന്താണ്? ഡിനോമിനേറ്ററിൽ BD എഴുതുന്നു. എന്നിട്ട് AD ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ AD മൈനസ് BC. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 5/12 എന്ന് ആൻസർ കിട്ടി.
സബ്ട്രാക്ഷൻ വരുമ്പോൾ എന്താണ്, റൂളൊന്നും മാറുന്നില്ല, ചിഹ്നം മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഭിന്നസംഖ്യകൾ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്തത്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? 3 തരത്തിലുള്ള ഭിന്നങ്ങളുണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം, പിന്നെ എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം, പിന്നെ മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ. പിന്നെ എന്താണ് വിഷമ ഭിന്നം തന്നാൽ മിശ്ര ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിശ്ര ഭിന്നം തന്നിട്ട് വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈക്വൽ ഫ്രാക്ഷൻ, എങ്ങനെയാണ് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ നമുക്ക് സമാന ഭിന്നം കിട്ടും അല്ലെ. പിന്നെ സങ്കലനം വ്യവകലനം അത് നോക്കി. അതിനു മുന്നേ നമ്മൾ റെസിപ്രോക്കൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, വ്യുൽക്രമം അല്ലെങ്കിൽ ഗുണന വിപരീതം നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സങ്കലനം വ്യവകലനം നോക്കിയത്. അഡീഷൻ വന്നിട്ട് നമ്മൾ 3 സ്റ്റെപ്പ് ഉണ്ട്. എന്താണ്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡിഫറെന്റ് ആണെങ്കിൽ ഒരു ഫോർമുല പഠിച്ചു. പിന്നെ എന്താണ് LCM മെത്തേഡിൽ ചെയ്യാം. പിന്നെ സബ്ട്രാക്ഷൻ വരുമ്പോൾ ആ ചിഹ്നം മാറുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മിശ്ര ഭിന്നം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ആദ്യം എന്താണ്, ആ പൂർണ്ണസംഖ്യകൾ അങ്ങോട്ട് ആഡ് ചെയ്യുന്നു, ആ പാർട്ട് ആഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രാക്ഷൻ പാർട്ട് ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിന്റെ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.